ഇത് ആ ജമാഅത്തെ ഇസ്ലാമിയെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമാകുമായിരുന്നു. തൊട്ടടുത്താണ് ഒന്നും രണ്ടും മാറാടിൽ ഇത് നിൽക്കില്ല എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരുന്നത്. ഇപ്പോൾ CPM അതിനെ ഔദ്യോഗികമായിട്ട് തള്ളിയിട്ടുണ്ട്. പാർട്ടിയോ ഇടതുപക്ഷത്തിനോ അങ്ങനെ നിലപാടില്ല എന്നാണ് ഇപ്പോൾ TP രാമകൃഷ്ണൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. ബാലനെ തിരുത്തണ്ടേ? ബാലനെ തിരുത്തേണ്ടതാണ്. ബാലനെ ആര് തിരുത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം CPM കുറച്ചു കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ കുറച്ച് കടന്ന രൂപത്തിൽ AK ബാലൻ അതിൽ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈ മാറാട് വിഷയമില്ലെങ്കിൽ അതിലൊരു അപകടമില്ല ആ പരാമർശത്തിൽ എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ UDFനെ തിരഞ്ഞെടുക്കരുത്. തിരഞ്ഞെടുത്താൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഒരു കൂടുതൽ തീവ്ര നിലപാടോടുകൂടി നിൽക്കുന്ന ഒരു വിഭാഗമാകും ഇവിടെ ഭരിക്കാൻ പോവുക എന്നൊരു ഭീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഭീതി സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPMനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇവിടെ രണ്ട് രൂപത്തിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദം ഇവിടെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വളർന്നു എന്നൊരു ഇല്ലാത്ത ഒരു ഭീതി സൃഷ്ടിക്കുകയാണ്. അതിൽ കുറച്ചു കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെയായി ജമാഅത്തെ ഇസ്ലാമിയാണ് വിജയിപ്പിക്കുന്നത് എന്ന രൂപത്തിൽ പാലക്കാട് നമ്മൾ കണ്ടാണ്. പാലക്കാട് 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമ്പോൾ അത് വിജയിച്ചത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തുകൊണ്ടാണ്, ജമാഅത്തെ ഇസ്ലാമി വിജയിപ്പിച്ചതാണ് എന്ന രൂപത്തിലാണ് അത് ആഹ്ലാദ പ്രകടന ഘട്ടത്തിൽ പോലും വിലയിരുത്തിയത്. ഇങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പിലും പരാജയപ്പെടുമ്പോൾ അത് യഥാർത്ഥ വിജയമല്ല, അതായത് ജനം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് യഥാർത്ഥ വിജയമല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, തെറ്റായ ശ്രമം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം വിജയരാഘവന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. 2021 അത് ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ വർഗീയത എന്ന പരാമർശമാണ്. നേരത്തെ അങ്ങനെയല്ല CPM എടുത്ത നിലപാട്. രണ്ട് വർഗീയതയും ഒരുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഭൂരിപക്ഷ വർഗീയത കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഭൂരിപക്ഷ വർഗീയതയുടെ തുടർച്ചയായിട്ടാണ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാവുക. ഭൂരിപക്ഷ വർഗീയതയില്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാകുന്നില്ല. ആ ഒരു ആശങ്കയിൽ നിന്നും ഇരവാദത്തിലേക്ക് പോവുകയും അത് തീവ്ര നിലപാടിലേക്ക് പോവുകയും അങ്ങനെ ഒരു തീവ്രതയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന നിലപാട് CPM മുൻപെടുക്കുമ്പോൾ അത് കാലാകാലങ്ങളിൽ മാറി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അതിൽ ഈ പറയുന്ന വിജയരാഘവന്റെ പ്രസ്താവന വിശദമായി വായിക്കുകയാണെങ്കിൽ ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയത കൊണ്ട് പരിഹാരം കാണാൻ കഴിയുമോ? അത് ഭൂരിപക്ഷ വർഗീയത അക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കലല്ലേ? ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയതയല്ലേ? അതിനെ ചെറുക്കാൻ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണ്ടേ എന്ന് അദ്ദേഹം 2021 പറയുന്നു. ഈ 2024 ഡിസംബർ 21 വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം, വലിയ ഭൂരിപക്ഷത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വിജയത്തെ അദ്ദേഹം എങ്ങനെയാണ് കരുതുന്നത്? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം വർഗീയ ചേരി എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നൊന്നും പറയുന്നില്ല. മുസ്ലിം വർഗീയ ചേരിയുടെ, അതായത് മുസ്ലിം വോട്ടുകൾ മുഴുവൻ വർഗീയ ചേരിയാണ്. അപ്പോൾ അവരുടെ വോട്ടുകൾ കൊണ്ടാണ് ആ വിജയം ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? നമുക്കറിയാവുന്നതാണ്. ഈ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിലായാലും ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതെങ്ങനെയാണ് അവിടെ ഡൽഹിയിൽ അമിത്ഷാ ഉപയോഗിച്ചതെന്ന്. ലീഗിൻ്റെ കൊടിയെ പാകിസ്ഥാൻ്റെ കൊടി എന്ന് പറഞ്ഞതുകൊണ്ട് ആ രീതിയിലുള്ള പ്രകടനം പോലും വേണ്ട എന്ന് വെക്കുന്ന രൂപത്തിലേക്ക് അത്രയ്ക്കും രാഷ്ട്രീയ സാഹചര്യം ഇവിടെ മാറുമ്പോൾ അതിനൊന്നുകൂടെ വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ അതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇവിടുത്തെ CPM നേതാക്കളിൽ നിന്നുണ്ടാകുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ AK ബാലൻ അത് പറയുമ്പോൾ AK ബാലൻ പറഞ്ഞത് UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയും ആഭ്യന്തരം ഭരിക്കും. എന്താവും കേരളത്തിൻ്റെ സ്ഥിതി? അദ്ദേഹം ആശങ്കപ്പെടുകയാണ്. ഒരു മാറാടൊന്നുമല്ല ഉണ്ടാവുക. അതായത് വർഗീയ കലാപ ഭൂമിയാക്കാനാണ് ഇപ്പോൾ അവിടെ RSSനെ പറയുന്നുണ്ട്. വർഗീയ കലാപ ഭൂമിയാക്കാനാണ് RSS സംഘപരിവാർ ശ്രമം. അവർക്കതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. RSSന് കലാപഭൂമിയാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഈ പറയുന്ന ഒരുതരം കലാപരൂപത്തിലേക്ക് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി കൂടിച്ചേർന്ന് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവരാണ് ഭരിക്കുമെങ്കിൽ കേരളം നശിക്കും. VDയെയും രമേശിനെയും കൂട്ടിക്കെട്ടിയാലും പിണറായിയുടെ ഔന്നത്യത്തിലേക്ക് അവർ എത്തില്ല. അതുകൊണ്ടാണ് വർഗീയ കലാപങ്ങൾ ഈ കാലങ്ങളിൽ ഇവിടെ ഉണ്ടാകാതിരുന്നത് എന്നാണ് പറയുന്നത്. 2002 നടന്ന ഏറ്റവും ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിനെ തന്നെ ഭയപ്പെടുത്തിയ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് ഈ മാറാട് കലാപം. മാറാട് കലാപം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് അത് ആ ഘട്ടത്തിൽ ആരൊക്കെയായിരുന്നു അതിൻ്റെ പ്രതികൾ എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. 2002 AK ആന്റണിയുടെ കാലമാണ്. ജനുവരിയിലും 2003 മെയ് മാസത്തിലുമായി കോഴിക്കോട് മാറാട് ബീച്ചിൽ നടന്ന അക്രമ സംഭവങ്ങളാണ് മാറാട് കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആ മാറാട് കലാപം ഒക്കെ നടന്ന ആ സ്ഥലങ്ങളൊക്കെ
വീടുകൾ ആ ഭാഗത്ത് പലർക്കും വീടൊഴിഞ്ഞു പോകേണ്ടി വന്നു. തമ്മിൽ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ ചേരിതിരിഞ്ഞു. ഇതുവരെ കേരളം ആ രൂപത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, കോഴിക്കോട് ഭാഗത്തൊന്നും അങ്ങനെ കാണാത്ത രീതിയിലെ ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ പ്രതികരിക്കുന്ന, വളരെ ശക്തമായി പ്രതികരിക്കുന്ന കാണുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം അതിൽ പ്രതികളുണ്ട്, എല്ലാ പാർട്ടിയിലും പ്രതികളുണ്ട്. തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നു. CBI, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഇവയുടെ അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ പല അക്രമ സംഭവങ്ങളും ഉണ്ടായി എന്ന് കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട്. ലീഗ് നേതാക്കൾ ഉൾപ്പെടെ കേസിൽ പ്രതികളായിട്ടുണ്ട്. രണ്ടാം മാറാട് കലാപ ഗൂഢാലോചന കേസിൽ ലീഗിന്റെ നേതാവ് മാൻ ഹാജി അടക്കമുള്ളവർ പ്രതികളാവുകയും ചെയ്തിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളാണ് ഇത്. ഞാൻ ഈ കോടതി നടപടികൾ ആ സമയത്ത് റിപ്പോർട്ടിങ്ങിലായിരുന്നു. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ AK ആന്റണി അവിടെ ഹാജരാകുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നുണ്ട്. ഇതിന് ശേഷം നേതാക്കളൊക്കെ ഇടപെട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അത് ശ്രീധരൻപിള്ളയൊക്കെ പറയേണ്ടതുണ്ട്. BJP-യിൽ നിന്നുള്ള നേതാക്കൾ, ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയടക്കമുള്ള നേതാക്കൾ ഒരു സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി, ആളുകൾക്കിടയിൽ പിന്നെ സ്പർദ്ധയുണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ, അത് ഞാൻ പറഞ്ഞു വരുന്നത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യമാണ്. അത് ഈ 2025-ൽ AK ബാലനെ പോലെ CPM-ലെ മുതിർന്ന നേതാവ് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഗൗരവം നമ്മൾ പറയുന്നതിലും എത്രയോ തലങ്ങൾ അപ്പുറത്താണ്. ഇത് വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് CPM. പലതവണയായി നമ്മൾ പല ചർച്ചകളിലായി പറയുന്നു. CPM-നെ വെറുതെ കാടടച്ച് വെടിവെക്കുകയോ വിമർശിക്കുകയോ ഒന്നുമല്ല. CPM ഇക്കാര്യത്തിൽ എടുക്കേണ്ട, ബോധപൂർവം വരുത്തേണ്ട ചില തിരുത്തലുകളുണ്ട്. ഇതാർക്കാണ് ഇവിടെ മണ്ണൊരുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കും. കാരണം ഒരു കലാപം ഉണ്ടാക്കാൻ പോകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ നിലപാടുകളും നമ്മൾ അംഗീകരിക്കുന്നൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടേതായ ചെറിയ വട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ആലോചനകളുണ്ട്. അവർ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആലോചിക്കുന്നു. ഒരു മതരാഷ്ട്രവാദത്തിലേക്കൊന്നും അവർക്കിവിടെ പോകാനുള്ള സാഹചര്യമില്ല. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആത്യന്തികമായി മതരാഷ്ട്രവാദമാണ് പറയുന്നതെങ്കിലും ഇവിടെ അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല. ഇവിടെ അങ്ങനെ ഒരു വാദം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്താണ് കരുതുന്നത്? അതൊന്നും സാധ്യമല്ലെന്നേ. അപ്പോൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദ ആക്രമണമോ അല്ലെങ്കിൽ കലാപശ്രമങ്ങളോ ഒന്നും നമ്മുടെ മുന്നിലില്ല. അവരവരുടെ മതത്തിൻ്റെ ചട്ടക്കൂടിൽ കുറച്ചുകൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. അത് മറ്റുള്ളവരെ, അന്യമതത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ അപമാനിക്കുക എന്ന രൂപത്തിലേക്ക് വളരുമ്പോഴാണ് അത് തീവ്രവാദമാകുന്നത്. അതിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള ബോധ്യം. അത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ അപ്പോൾ കാണാം. ഇരവാദം, എല്ലാ കാര്യത്തിലും ഇരവാദം അവർ കാണുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ അവരവരുടെ അരക്ഷിതാവസ്ഥ വേറെ രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. അത് ആ അരക്ഷിതാവസ്ഥ പടർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നതുള്ളതും ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? സാഹചര്യമില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഇവിടുത്തെ പ്രധാനപ്പെട്ട അങ്ങനെ അരക്ഷിതാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തേണ്ട CPM-നെ പോലുള്ള ഒരു ഇടതു പാർട്ടിയിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ആശങ്കപ്പെടുത്താണ്. AK ബാലനെ തിരുത്തേണ്ടതാണ്. അത് തിരുത്തേണ്ട CPM നേതാക്കൾ അതിശക്തമായി പ്രതികരിക്കേണ്ടതാണ്. പക്ഷേ പല നേതാക്കളിൽ നിന്നും, ഉത്തരവാദപ്പെട്ട പല നേതാക്കളിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.